എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് അത്തത്തിൻ്റെ എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാനും മക്കളൊക്കെ കൂടിയിട്ട് രാവിലെ റെഡി ആയിട്ട് നമ്മുടെ കിച്ചൂട്ടൻ്റെ അംഗനവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് അവരുടെ അംഗനവാടിയിൽ ഓണം സെലിബ്രേഷൻ, അത്തത്തിൻ്റെ അന്ന്. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളൊക്കെ പൂട്ടിയ കുട്ടികളൊക്കെ വിരുന്ന് പോവില്ലേ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു ദിവസം കണക്ക് കൂട്ടിയിട്ട് അത്തത്തിൻ്റെ അന്നായിരുന്നു അവിടെ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ പണി തുടങ്ങിയത് ഇതേ പൂവിടലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചെണ്ടുമല്ലിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ടീച്ചർ വരുന്ന സമയത്ത് കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചോണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇതേ പൂക്കളം തീർക്കാണ്. വലിയ ഡിസൈനൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് എന്താണോ ഡിസൈനായിട്ട് തോന്നുന്നത് അങ്ങനെയൊക്കെ. ചിലർ പറയില്ല ഇങ്ങനെ ചോക്കൊക്കെ എടുത്ത് നല്ല ഡിസൈനാക്കി വരയ്ക്കുക, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പൂക്കളം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മമാരും കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ അംഗനവാടി പുതിയ അംഗനവാടി വന്നതിന് ശേഷമുള്ള ഫസ്റ്റത്തെ ഓണമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിയൊരു പൂക്കളൊക്കെ ഇട്ട് അമ്മമാരുടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി നടത്താമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചർമാരൊക്കെ നമ്മളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്, പൂവൊക്കെ റെഡിയാക്കി തരാനും. അതിനൊക്കെ നമ്മുടെ മക്കളും എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പൂക്കളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി നമ്മുടെ മക്കളുടെയൊക്കെ ഓണാഘോഷ പരിപാടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. പൂക്കളിടൽ അപ്പതേ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ അമ്മമാരുടെ പരിപാടിയൊക്കെ ഉണ്ട്, ഞങ്ങളുടെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ടായിട്ട് ഞങ്ങൾ തിരുവാതിരക്കളിയൊക്കെ പ്രാക്ടീസ് ചെയ്തത്. പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു ഈ ഒരു ദിവസം ഓണം സെലിബ്രേഷൻ വെക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 6 അമ്മമാരുണ്ട്. ആ 6 അമ്മമാരും ഞങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് തിരുവാതിരക്കളിയൊക്കെ പ്രാക്ടീസ് ചെയ്തത്. അതിൻ്റെതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ മക്കളുടെ ഒരു ഓണാഘോഷ പരിപാടിയല്ലേ, അപ്പോൾ അതുകൊണ്ട്. പിന്നെ ഇതേ പൂക്കളൊക്കെ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ഒരു ഡിസൈൻ ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേ നമ്മുടെ മാവേലി വന്നു. നമ്മുടെ അംഗനവാടിയിലുള്ള ഒരു കുഞ്ഞു മോനാണ് കേട്ടോ മാവേലിയുടെ വേഷം കെട്ടിട്ടുണ്ടായിരുന്നു. അവന് ചെറിയൊരു നാണം ഉണ്ടായിരുന്നു. ആ നാണം മാറ്റാൻ വേണ്ടി നമ്മുടെ മക്കളൊക്കെ കൂടിയിട്ട് ദേ മാവേലിയുടെ കൈ പിടിച്ചിട്ടാട്ടോ കൊണ്ടുവരുന്നത്.
തിരുവാതിരക്കളിയുടെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുന്നുണ്ട്. നമുക്ക് കോപ്പറേറ്റ് കിട്ടാനുള്ള എല്ലാവിധ വഴിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മക്കൾക്ക് പാട്ടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓണത്തിന്റെ പാട്ട്, ഏത് മൂഡ്, ഓണം മൂഡ്, ആ പാട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കിറ്റിയുടെ നിൽക്കുന്ന അച്ചിട്ടൻ്റെ അപ്പുറത്ത് നിന്ന് ചാടുന്നുണ്ട്. അവർക്ക് ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ അറിയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഭയങ്കര ഇതിലായിരുന്നു, അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പാട്ടൊക്കെ വെച്ചു കൊടുത്തപ്പോൾ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ കളിക്കുന്നുണ്ട്. ഇതിന് ഇടയിൽ ഇവർ മാത്രമല്ല കേട്ടോ, എൻ്റെ അടുത്ത് ഒരാളും കൂടി ഇരിക്കുന്നുണ്ട്, നമ്മുടെ ടീച്ചർ ഇരുന്നിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത പരിപാടി നമ്മുടെ മക്കൾക്കുള്ള ഗെയിമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നടക്കുന്നത് നമ്മുടെ കസാരക്കളിയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. സദ്യ ഇല്ലാതെ എന്ത് ഓണാഘോഷമല്ലേ. അപ്പോൾ നമ്മുടെ മക്കൾക്കും ദേ ഓണസദ്യയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓണസദ്യ കഴിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ മക്കളൊക്കെ ഇവിടെ നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി നല്ല അടിപൊളിയായിട്ട് ഓണസദ്യ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പരിപാടി. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ കുറേ മക്കൾക്ക് വേണ്ടിയിട്ട് കുറേ ഗെയിമുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. എല്ലാവർക്കും പല പല തിരക്കുകളായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.